ധന്യ സിനുജി, നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിലേക്ക് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ യാത്രാ സമയം, നിങ്ങൾ ആ ഏരിയ എങ്ങാനും കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. ഈ മുഖ്യമന്ത്രി പോകുമ്പോൾ പണ്ടത്തെ രാജാക്കന്മാരുടെ രാജവാഴ്ചയാണ് ഓർമ്മ വരുന്നത്. കാരണം വാഹനങ്ങൾ കടത്തിവിടാറില്ല, ജനങ്ങളെ ഒന്നും ആ പരിസരത്ത് നിർത്താറില്ല, വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത്. ജനാധിപത്യ രീതിയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ജനങ്ങളെ ഭയന്നുകൊണ്ട് പോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ഊരിപ്പിടിച്ച ബാളുകൾക്കിടയിലൂടെ നെഞ്ചുപിരിച്ച് നടന്നത് RSSനെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതായത് ഒരു കാക്ക പോലും അവിടെ പറക്കില്ല എന്നാണ് അതിനെ പറ്റി പറയാറുള്ളത്. ഒരുപാട് പേര് അതിങ്ങനെ എന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നതെന്ന് ചോദിക്കും. ആരെയാണ് പേടിക്കുന്നതെന്നാണ്, ജനത്തെയാണ് പേടിക്കുന്നത്. കാരണം വോട്ട് കൊടുത്ത ജനങ്ങളെ എപ്പോഴാണ് കൈവയ്ക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ സുരക്ഷ ശക്തമാക്കുന്നു. മുഖ്യമന്ത്രി എപ്പോഴും സുരക്ഷയ്ക്ക് അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ്. ക്ലിഫ് ഹൗസിൽ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ 4.32 ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് പറയുന്നത്. ഇത് ക്ലിഫ് ഹൗസിൽ മാത്രമല്ല, ആ വഴികളിലും എല്ലാം സ്ഥാപിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വെക്കുമ്പോൾ പ്രവർത്തിക്കും, എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ സ്വപ്നയുടെ കേസ്, സ്വപ്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പം അടിച്ചു പോകും. അങ്ങനത്തെ തന്നെ അതെ, മിക്കവാറും എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ്. CCTV ഉണ്ടാവും, പക്ഷെ ദൃശ്യമെടുക്കേണ്ട ആവശ്യം ആ സമയം വരുമ്പോൾ അല്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അൻവറിനെ പേടിച്ചായിരിക്കും. അൻവർ ഏതെങ്കിലും വഴിക്കൂടെ ആളെ കൊണ്ടുവന്ന് എന്തെങ്കിലും പറയുകയോ ചെയ്യുമോ എന്നുള്ള പേടിയിലാണോ ഈ ലക്ഷങ്ങൾ ചെലവാക്കി CCTV വെക്കുന്നത്? എന്ത് തോന്നുന്നു സിനിജി? 4.32 ലക്ഷം രൂപയാണ് ഇതിനായിട്ട് മുടക്കുന്നത്. അപ്പൊ ഇത്രയും പൈസ മുടക്കിയിട്ട് CCTV സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീടിനും പരിസരത്തൊന്നും ഇത്രയും നാൾ CCTV ഇല്ലേ? മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ്. പോലീസ് ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇങ്ങനെ കുറേ വാഹനങ്ങളുടെയൊക്കെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം വീടിനും വീടിന്റെ പരിസരത്തും ഇത്രയും നാൾ CCTV ഇല്ലാതെ അത് നവീകരിക്കാൻ ഈ അടുത്ത കാലത്ത് ലക്ഷങ്ങൾ ചെലവാക്കി. ഉണ്ടായിരുന്നു. കമലെ ഭയന്നാണോ ഇനി CCTV സ്ഥാപിക്കുന്നത്? എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ ഉപയോഗിച്ച് CCTV സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്ത. അതിൽ നിന്ന് അടിച്ചുമാറ്റലുണ്ടാകും എന്തായാലും, അത് ഉറപ്പാണ്. മരപ്പട്ടി കയറിയെന്നും പറഞ്ഞിട്ട് തട്ടിന്റെ മുളക് ശരിയാക്കി, അങ്ങനെ കുറെ പൈസ പോയി. നീന്തി കുളിക്കണമെന്നും പറഞ്ഞ് നീന്തൽക്കുളം ശരിയാക്കി. നീന്തൽക്കുളത്തിന്റെ പിന്നെ മറ്റൊരു കഥയുണ്ട്. നമ്മുടെ പഴയ മുഖ്യമന്ത്രി K കരുണാകരൻ, അദ്ദേഹത്തിന് ആക്സിഡന്റ് പറ്റി നട്ടലിന് അതിന്റെ ഭാഗമായിട്ട് ചൂടുവെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടി നീന്തൽക്കുളം നവീകരിച്ചപ്പോ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇടതുപക്ഷക്കാരുണ്ടായി. അതേ എനിക്കും കിടക്കാന്നാണ് പിണറായി പറയുന്നത്. പക്ഷെ എന്നാ അന്ന് മിണ്ടരുതായിരുന്നു, അന്ന് അതിനെതിരെ പറയരുതായിരുന്നു. ഇന്നത് നാളെ പശുവിന് സംഗീതം കേൾക്കാൻ കോടികള്, എന്തെല്ലാം കാര്യങ്ങൾക്കാണ് കോടികൾ. പിന്നെ ഇപ്പൊ ഈ CCTV സ്ഥാപിക്കാൻ അല്ല, പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. എന്തെങ്കിലും കളത്തരം കണ്ടുപിടിച്ചാൽ സെക്രട്ടറിയല്ല ഫയൽ കത്തിക്കണമെങ്കിൽ അതിനും കോടികൾ ചിലവാക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് ആർക്കും എന്തും ചെയ്യാൻ കഴിയും എന്നാണ് ഭരണാധികാരികൾ കാണിക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനം, സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന CCTV ക്യാമറകൾ സ്ഥാപിക്കുക. നിലവിലുള്ള ക്യാമറകളൊക്കെ തന്നെ മെയിൻ്റെനൻസ് നടത്താൻ അല്ലെങ്കിൽ നവീകരിക്കാൻ വേണ്ടി കുറെ പൈസ ചെലവാക്കി. ഇപ്പോൾ ആ വീട്ടിലേക്ക് വരുന്ന പരിസരത്തുകൂടി സ്ഥാപിക്കാനാണ് ഇത്രയും പൈസ ചെലവാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പൈസ ചെലവാക്കുന്ന ആരെ പേടിക്കാൻ? ഇപ്പോൾ നേരത്തെ പ്രീത പറഞ്ഞ പോലെ ഈ അൻവറിനെയോ PV അൻവർ വല്ലതും വരികയാണോ, അല്ലെ അദ്ദേഹം കുറേ ആൾക്കാരുമായിട്ട് വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, മുഖ്യമന്ത്രിക്ക് നാണക്കേടാകുമോ എന്നൊക്കെ പൊതുജനം ചിന്തിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടതാണ്, അത്യാവശ്യവുമാണ്. അപ്പോൾ ഇക്കാലം അത്രയും അദ്ദേഹത്തിന് സുരക്ഷ ഉണ്ടായിരുന്നില്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ വീട്ടിലും പരിസരത്തും എല്ലാം തന്നെ ഈ CCTV ക്യാമറകൾ ഉള്ളപ്പോഴാണ് ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച് അന്ന് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ സ്വപ്ന കാണാൻ വന്നു, സ്വപ്നയുമായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച നടത്താൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഈ CCTV ക്യാമറകൾ മുഴുവൻ നിശ്ചലമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ CCTV ക്യാമറകൾ ഒരു ദിവസം നിശ്ചലമായാൽ പോലും അത് നന്നാക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് അത്രയും വിലയെ നമ്മുടെ ഭരണകൂടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്നുള്ളൂ എന്നൊരു സംശയം ചോദിച്ചാൽ അതിനെ തെറ്റു പറയാനും പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ CCTV ഇതുവരെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ അതിശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതോ ഇനി ഉണ്ടായിരുന്ന CCTV പിണറായിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നവീകരിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ഇനി പഴയതിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വന്നു പോയിട്ടുള്ളതോ, ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുള്ളതോ, ബിരിയാണി ചെമ്പ് വന്നു പോയിട്ടുള്ളതോ എന്തെങ്കിലുമൊക്കെ ഈ ബാക്കപ്പ് ചെയ്ത് എടുക്കാൻ കഴിയുമെന്നുള്ള ഭയത്തിലാണോ എന്തോ അതിനെയൊക്കെ ചുറ്റിട്ട് പുതിയത് വെക്കാം. ലക്ഷങ്ങൾ ചെലവാക്കി നവീകരിച്ചോളൂ. മറ്റൊരു കാര്യം, സെപ്റ്റംബർ 20-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണം. എന്താ ടെൻഡർ? പതിവില്ലാത്ത ടെൻഡറൊക്കെ എന്താണെന്നാണ്, പതിവില്ലാത്ത ടെൻഡർ എന്തെന്നാണ് ആലോചിക്കുന്നത്. സാധാരണ അങ്ങനെയല്ല, അവർക്ക് ആവശ്യമുള്ള കമ്പനിക്ക് കൊടുക്കുക, കമ്മീഷൻ അടിക്കുക, സ്ഥാപിക്കുക. അത് ടെൻഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫോർമാലിറ്റി ആയിരിക്കും. അതായത് കുറെ പേര് വരുന്നു, പക്ഷെ ഞങ്ങളുടെ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ. അല്ല, ആരാണെന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകാം, ആർക്ക് കൊടുക്കണം, ആർക്കാണ് ഇതിന്റെ ഇതൊക്കെ എന്നുള്ളത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാകാം. പിന്നെ CCTV ആയിരിക്കും
അതും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പുതിയ സംരംഭമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇനി മുതൽ കേരളത്തിലെ എല്ലാ വീടുകളിലും എല്ലാം കെയിലാണല്ലോ കളി. അതുകൊണ്ട് ഇതും KCCTV ആകാൻ വഴിയുടെ നല്ലൊരിതാ. കേരളത്തിന്റെ കെ എന്ന വ്യാജേന കമലയുടെ കെ ആണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. അതെ, അത് കമലയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പലതും. കെ ഫോൺ, പിന്നെന്തായിരുന്നു, കെ വെച്ചിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു? ഒന്നും പ്രവർത്തിക്കുന്നില്ല. പിണറായിയെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ലല്ലോ. എങ്ങനെയും പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ. അത് പറയരുത്. അദ്ദേഹം അല്ല പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നത്, അദ്ദേഹത്തിന്റെ ഉപജാപക വൃന്ദങ്ങൾ ആണ് അതെല്ലാം ചെയ്യുന്നത്. അവര് പറ്റിക്കും പുള്ളി അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്താണ് സിനിജി ഇനി? അപ്പൊ എന്തായാലും ഈ പിണറായി വിജയൻ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും കാണുന്നതാണ്. പൊതുജനം കാണുമ്പോൾ പൊതുജനത്തെ കഴുതിയാക്കിക്കൊണ്ട് ഭരണാധികാരികൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ, അതും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തൊഴിലാളികൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ നേതാവായ മുഖ്യമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഈ മാധ്യമ വാർത്തകളിലൂടെയെങ്കിലും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇത്തരം ദൂർത്ത് ഒഴിവാക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകയാകുക. അങ്ങനെയല്ലേ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാകേണ്ടത്. തീർച്ചയായിട്ടും. അയ്യോ സിനുജി, അദ്ദേഹം അറിയുന്നില്ല എന്ന് ഈ ആവർത്തിച്ച് പറയുമ്പോൾ, പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ വഴിയെ പോയ ഒരാൾ കയറി ഇരുന്നപ്പോൾ ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടത്, അത് അവിടെ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി സരിതയുടെ കേസ് വന്നപ്പോഴും എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നു, ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതെയാണോ നടന്നത് എന്ന് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാർ. അപ്പോൾ പിന്നെ ഇപ്പം ഈ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത് എന്ന് പറയുന്നത് അത്ര വിശ്വാസ്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഈ CCTVക്ക് ടെൻഡർ ക്ഷണിക്കുമ്പോൾ ദയവേതാരും അയക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, നല്ല CCTVക്കാർ. കാരണം പണ്ടൊരു കിയ കാർണിവൽ മുഖ്യമന്ത്രി കാറുകളെല്ലാം വാങ്ങി അടുത്ത് 2 വർഷം കഴിയുന്നതിന് മുമ്പ് വീണ്ടും പുതിയ കാറുകൾ 2 വർഷം ആവുന്നതിന് മുന്നേ പുതിയ കാറുകൾ വാങ്ങിച്ചു. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് പുതിയ കറുത്ത കാർ വാങ്ങി. ആ കിയ കാർണിവൽ ഇതോടെ ആ കമ്പനി തന്നെ ആ കാർണിവലിന്റെ പ്രൊഡക്ഷൻ നിർത്തി. അതുപോലെ CCTV ഇന്തോനേഷ്യയിൽ ഇതുവരെ ഇല്ലാത്ത മഴയുണ്ടായി. അവിടെ ചെന്ന് കാല് കുത്തിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഴ, അവിടുത്തെ ജനങ്ങളെ, അവിടെ ഭൂചലന, എവിടെ പോയാലും ഒരു മാൻഡ്രാക്ക് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ഒരു CCTV വെക്കുമ്പോൾ ഏത് കമ്പനിയുടെ വെക്കുന്നു അതോടെ ആ CCTV കമ്പനിയെ പൂട്ടിപ്പോകുമെന്നാണ് അതെ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ തമാശയായിട്ട് പറയുന്നെങ്കിൽ ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള ഒരു ദൂർത്ത് എന്ന് തന്നെ. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് പെൻഷൻ കൊടുത്തിട്ടില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, KSRTCയിലെ ജീവനക്കാർക്ക് പൈസ, അപ്പൊ ഓണമല്ലേ, ഓണമായിട്ട് അവർക്ക് ഒരു പൈസ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. അതിലൊക്കെ ജോസഫൈൻ അവര് അന്ന് പറഞ്ഞു വെച്ചതാണത്, അനുഭവിച്ചോ എന്നവർ പറഞ്ഞത് ഇതല്ല. ദീർഘവീക്ഷണത്തോടെയാണ് അവർ ആ ഒരു സെന്റൻസ് പറഞ്ഞത്. രണ്ടാമതും വോട്ട് കൊടുത്ത് തെരഞ്ഞെടുത്തില്ലേ. തീർച്ചയായിട്ടും KSRTC ജീവനക്കാര്, ഈ പിന്നെ ശമ്പളം കിട്ടാതെ എത്രയോ ശമ്പളം കിട്ടാത്തവര്, പെൻഷൻ കിട്ടാത്തവര്, ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ടെൻഡർ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ 4 ലക്ഷം രൂപ, 4 ലക്ഷത്തിന് മുകളിൽ രൂപ മുടക്കി CCTV വീണ്ടും പണിത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരനെ വിഡ്ഢികളാക്കി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു സംഭവം CCTV വെക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അതിനുള്ള തെളിവ് ശേഖരണത്തിനാണ്. സുരക്ഷയ്ക്ക്, ഈ സുരക്ഷ എന്ന് പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ, ഇപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു കൊലപാതകമോ എന്തെങ്കിലും നടന്നു എന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് CCTV ദൃശ്യങ്ങൾ അവിടെ കൊണ്ടെടുക്കാൻ ഈ ക്യാമറകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെക്കുന്നത് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ പുറകിലൂടെ ഓടിത്തള്ളാനാണ്. അതിലൂടെ കണ്ടിട്ട് ഓടിത്തള്ളാം, അവരുടെ മുന്നിൽ പിടികൊടുക്കാതിരിക്കാനാണ് ഇത്തരം CCTVകൾ വയ്ക്കുന്നത്. എന്തായാലും ഇത്തരം ദൂർത്തുകൾ അവസാനിപ്പിക്കണമെന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവ ആവർത്തിച്ച് പറഞ്ഞാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.